ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യമായിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ കാരണമാക്കിയത് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിനോടുള്ള ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതെന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അനുസരിക്കേണ്ട കാഴ്ച നിമിത്തം ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുവാൻ ഇടവന്ന് ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ വെള്ളം പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ ശബ്ദത്തിൽ നിന്നും മനുഷ്യൻ മറിഞ്ഞിരിക്കുവാൻ ഇടവന്നു. ഇന്നും മനുഷ്യൻ ദൈവികമായ സന്ദേശത്തിൽ നിന്നും ദൈവത്തിന്റെ വിളിയൊച്ചയിൽ നിന്നും മറിഞ്ഞിരിക്കുകയാണ്. ഇതെന്നോടുള്ള ആലോചനയല്ല, ഈ സന്ദേശം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പെന്തക്കോസ്തുകാരുടെ വചനമാണ്, ഇത് പെന്തക്കോസ്തുകാർ കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വിശുദ്ധ ജീവിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു. എബ്രായരുടെ ലേഖനം അതിൽ 9-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ മരണം എന്നത് എല്ലാ മനുഷ്യന്റെ മേലും വരുവാനുള്ള ഒന്നാണ്. മരണം കൊണ്ട് തീർന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ജനിച്ചുപോയി അതുകൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ മരണം എന്നത് എല്ലാ മനുഷ്യനും മുന്നിൽ വരികയും അതിനുശേഷം നമ്മെ കാത്തു നിൽക്കുന്നതിനാൽ യേശുക്രിസ്തുവില്ലാത്ത സകല മനുഷ്യരും നിത്യമായ രണ്ടാം മരണമായ തീപ്പൊയിൽ ചെന്നെത്താൻ പോകുന്നത്. തള്ളിക്കളയുമ്പോൾ നാം തിരിച്ചറിയണം അതിന്റെ ആ ജീവിതത്തെ കഠിനമേറിയ ജീവിതമായി നമുക്കുള്ളതെന്ന് നാം അറിയാതിരിക്കരുത്. ആയതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തന്നിരിക്കുന്ന ആത്മരക്ഷണ പ്രാപിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന സമയമായിരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം എന്നല്ല വിശുദ്ധ വേദപുസ്തകം ചോദിക്കുന്ന ചോദ്യമുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ സകല നശിച്ചു പോകാതെ നിത്യജീവ പ്രാപിക്കേണ്ടതിന് അവനവർക്ക്